നമസ്കാരം. ചേഞ്ച് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട വിപ്ലവകരമായ ഒരു സമരത്തിന്റെ ഭാഗമായിരുന്നു ഡൽഹിയിൽ നടന്ന CJPയുടെ തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പരീക്ഷാ ചോർച്ചയെ സംബന്ധിച്ചും അതുപോലെ CBSE ഉത്തരപേപ്പറിന്റെ പരിശോധനയെ സംബന്ധിച്ചും വിദ്യാർത്ഥികളുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് നമ്മളുമായി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന പൊതുപ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷകനുമായ ജോസഫ് സദസ്യ സാറാണ്. സാറിനെ നമ്മുടെ ഈ ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സാറിന് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റ പാർട്ടി എന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആക്ഷേപപൂർവം ഇന്ത്യൻ യുവത്വത്തെ വിളിച്ചപ്പോൾ അതിൽ നിന്നു ആവേശം ഉൾക്കൊണ്ട് രൂപീകൃതമായ യുവജനങ്ങളുടെ ഈ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് നമുക്ക് പറയാറായില്ല, ആ പ്രസ്ഥാനം അവര് ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ട അസംഘടിതമായിട്ടൊരു പാർട്ടി അല്ലാതെ ഒരു സംഘടന സംഘടിപ്പിച്ച ഏറ്റവും ശക്തമായ സമരം അത് വിജയത്തിലെത്തിക്കാൻ ആ യുവാക്കൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയം മാത്രമല്ല, ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ ഇനി അതിന്റെ ഭാവിയിൽ അതിനെ നയിക്കാൻ വേണ്ട യുവത്വം അതിന് സജ്ജരാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു അവർ കാഴ്ചവെച്ചത്. അതിന്റെ പരിണിത ഫലമായിട്ട് അവർക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ ഈ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ സാധിച്ചു എന്നത് ചില്ലറ കാര്യമല്ല. ജനാധിപത്യത്തിന്റെ വിജയമാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാണ് എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ല, ഇപ്പോ കോക്രോച്ച് പാർട്ടിയെ സംബന്ധിച്ചും അഭിജിത്ത് ദീപികയെ സംബന്ധിച്ചും വരുന്ന പല വാർത്തകളുണ്ട്. അദ്ദേഹം അമേരിക്കയിലായിരുന്നു, അമേരിക്കയിൽ നിന്നും അവർക്ക് കണ്ടമാന ഫണ്ടിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ ആ സമരങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ എനിക്ക് തോന്നുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഹാൻഡിലുകൾ വളരെ മോശമായി അവിടെ പെണ്ണും ആണും തമ്മിൽ വേറെ എന്തോ അവിഹിതം വരെ നടന്നു എന്നുള്ള രീതി വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വല്ലതും നടന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് ഒരു ഫ്രെയിമിംഗ് ആണ്. അതായത് തങ്ങൾക്ക് ഉത്തരവില്ലാതെ വരുമ്പോൾ നമ്മളിത് കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പിടിയാളുകളായിട്ട് പ്രവർത്തിക്കുന്ന കുറെ ആളുകൾ ചെയ്യുന്ന ഒരു പണി അങ്ങ് സ്റ്റാമ്പ് ചെയ്യുക. അതായത് എല്ലാവരും ഏറ്റവും എളുപ്പം ഇവര് മാത്രമേ ഉള്ളൂ ദേശസ്നേഹികൾ, ബാക്കി എല്ലാവരും ദേശവിരുദ്ധരാണ്, അല്ലെങ്കിൽ വിഘടനവാദികളാണ്, അല്ലെങ്കിൽ ഭീകരവാദികളാണ് ഈ സമരത്തിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർത്ത് ഒരു ഇമോഷൻ, അതായത് ഇവരെ എല്ലാം നമ്മളങ്ങ് ഇല്ലായ്മ ചെയ്യണം. ഈ യുവജനങ്ങളാണെങ്കിലും അതിനിപ്പോ ഈ യുവജനങ്ങളുടെ സമരത്തെ മാത്രമല്ല, നമ്മളതിന് ബാക്കി പഴയ സമരങ്ങളെ ചേർത്ത് കൂട്ടി വായിച്ചാലും എന്ത് സംഭവം ഉണ്ടെങ്കിലും BJPക്ക് സെൻട്രൽ ഗവൺമെന്റിനെതിരെയാണെങ്കിൽ ഉടനെ പറഞ്ഞു വരുന്ന കുറെ ഫ്രെയിമിംഗ് ആയിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഈ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് യുവത്വത്തിന്റെ ജെൻസി എന്ന് പറയുന്ന ഒരു യുവത്വത്തിന്റെ ഒരു സമരത്തിന്റെ വിജയമായിട്ടോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമായിട്ടോ നമുക്കിതിനെ ചിത്രീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ പരാജയം മാത്രമല്ല, ഒരുപക്ഷെ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ വരെ പരാജയമാണ്. ഈ യുവത്വം മുന്നോട്ട് വെച്ച ഈ ആശയം അവര് കാണിച്ചു തന്നു. ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയും, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രതിപക്ഷം എന്ത് ദൗത്യമാണോ ചെയ്യേണ്ടത് അത് ചെയ്യാതിരുന്ന ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും അവർ കാണിച്ചു കൊടുത്തു നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. ഇപ്പൊ ഏത് പാർട്ടിയാണെങ്കിലും, അതിപ്പം മുഖ്യ പ്രതിപക്ഷമാണെങ്കിലും ഇന്ത്യ മുന്നണി ആണെങ്കിലും ആരാണെങ്കിലും ഇവരെന്തെടുക്കുമായിരുന്നു? ഇവിടെ യുവജനങ്ങളെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന എക്സാമുകളുടെ നടത്തിപ്പ് പോലും നടത്താൻ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റിന് സാധിക്കാതിരുന്നപ്പോൾ ഇവരെല്ലാം മൗനീഭാവങ്ങളായിരുന്നു. ഈ യുവത്വം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്നും ഗവൺമെന്റ് അതിനെ വെറുതെ ഇഗ്നോർ ചെയ്യുകയായിരുന്നു, ഇല്ലേ? 20 ദിവസം അവരവിടെ സമരം ചെയ്തു, സമാധാനപരമായി സമരം ചെയ്തു. ഇവരൊരുപക്ഷെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, ഇന്ത്യൻ യുവത്വത്തെ
അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു കേന്ദ്ര ഗവൺമെന്റ് ആയിപ്പോയത്. അത് അവര് 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് അവര് ഇത് സമരം ഉപേക്ഷിച്ചു പോകുമെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ കാണേണ്ടത് വളരെ സംഘടനാപരമായി, അതായത് വളരെ ഓർഗനൈസ്ഡ് ആയി എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തെ കാണിച്ചു കൊടുത്തു ഈ യുവജനങ്ങൾ. അതായത് നമ്മൾ അതിനെ നോക്കിക്കണ്ടാല് ഇവിടെ പറയും വിദേശ ഫണ്ടിങ് ആയിരുന്നു. വിദേശ ഫണ്ടിങ് കാണും. എടാ, ഈ വിദേശ ഫണ്ട് എന്ന് പറയുന്ന ആരാ? ഞാനും നിങ്ങളും ഇന്ന് പുറത്തായിരുന്നെങ്കിൽ, വിദേശത്തായിരുന്നെങ്കിൽ, ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന് അനീതിക്കെതിരെ ഒരു സമരം കണ്ടാൽ ഇന്ത്യൻ യുവത്വത്തെ ഫണ്ട് ചെയ്യും. അത് മാത്രമല്ല, ഇവിടുത്തെ ഇന്ത്യൻ യുവത്വങ്ങൾ വളരെയേറെ പേർ വിദേശങ്ങളിലുണ്ട്. അപ്പൊ ന്യായമായിട്ടും അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ BJP ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പല നേതാക്കന്മാരുടെയും മക്കൾ പോലും, അല്ലെങ്കിൽ അവരുടെ അനുഭാവികളുടെ മക്കൾ പോലും, ധർമ്മേന്ദ്ര പ്രധാന്റെ മോള് പോലും വെളിയിലാണെന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ മകള് പുറത്താണ് പഠിക്കുന്നത്, അവിടെയാണ്. അപ്പം അവിടെ വർക്ക് ചെയ്യുകയുമാണ്, മനസ്സിലായി, അമേരിക്കയിൽ. അപ്പോൾ അതിനകത്ത് എന്താ അർത്ഥമിരിക്കുന്നു? ഏതാ ഇവരെല്ലാം പുറത്തു നിന്നാണ്. ഇനി ഈ അഭിഷേക് ദീപ്ക്ക് പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഠിത്തം കഴിഞ്ഞ ആൾ ഇവിടെ വരുന്നു. ഏതാ ഈ യുവത്വത്തെ നയിക്കുവാൻ വേണ്ടി ഇവിടെ വരുന്നു. മോശം കാര്യമാണോ? ഇവരൊക്കെ ഈ വെളിയിൽ പോകേണ്ടി വരുന്നത് തന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളുടെ ഒരു പരാജയം തന്നെയല്ലേ. കാരണം വർഷങ്ങളായിട്ട് ഇവർ വെളിയിൽ പോയി പഠിക്കേണ്ടി വരുന്നു, അവിടെ ജോലി ചെയ്യേണ്ടി വരുന്നു. നമ്മുടെ രാജ്യത്ത് ഇത്രയും കാലമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന കാരണമല്ലേ ഇതൊക്കെ പോകേണ്ടിയും വരുന്നത്. ഞാൻ ഇതിനെ രണ്ടു തരത്തിലാണ് കാണുന്നത്. ഒന്ന്, ഈ പറയുന്ന നമ്മുടെ ഇവിടെ പഠിക്കാനുള്ള ഫെസിലിറ്റികൾ കുറവുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അതിലുപരി കാണുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. ഇനി നമ്മുടെ ജനസംഖ്യ 140 കോടി ജനങ്ങളുണ്ട്. അതിനകത്ത് ഒരു നല്ല ശതമാനം, ഒരു 30% യുവജനങ്ങളെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ, ഇനി പിള്ളേരെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള അത്രയും ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് ഇന്ത്യയിൽ ഒരുപക്ഷെ ഇല്ല. അപ്പം ബെറ്റർ പഠനത്തിന് വേണ്ടി കുറെ കുട്ടികൾ പോകുന്നു. അതിന് നമുക്ക് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ അവിടെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ, ശമ്പളങ്ങൾ കൂടുതൽ, അത് വരുമ്പോഴത്തേക്ക് അവർ ന്യായമായിട്ടും അവർ പോകും. പക്ഷെ നല്ല ക്രീം ഓഫ് ദ ക്രീം കുട്ടികളെ ഇന്ത്യയിൽ നിർത്തുവാനുള്ള സംവിധാനം ഇന്ത്യ ഗവൺമെന്റിന് ഇല്ല എന്ന് പറയുന്നത് വളരെ വളരെ ഈ അടുത്ത കാലത്ത് പോലും ആശങ്കാജനകമാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പോലും ഇവിടുന്ന് വിട്ടുപോകുന്നതായിട്ടൊരു വാർത്ത വരുന്നുണ്ടായിരുന്നു. കാരണം അവരെ പോലും നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു, നമ്മൾ അധികാരമല്ല പ്രധാനം, യുവത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ രാജി പ്രഖ്യാപിച്ചതെന്ന് പറയുകയും അതേ സമയത്ത് തന്നെ മാരകമായ ആണികൾ മാതിരിയുള്ള ആയുധങ്ങൾ അറ്റത്ത് പിടിപ്പിച്ച വടികൾ കൊണ്ട് ഈ യുവജനങ്ങളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ പെല്ലറ്റ് ഗൺ മാതിരിയുള്ള, ഒരിക്കലും ഒരു യുവാക്കൾക്കെതിരെ എന്നല്ല, ഒരു സമരത്തിനെതിരെ പ്രയോഗിക്കാൻ പാടില്ലാത്ത പെല്ലറ്റ് ഗൺ വരെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ യുവത്വത്തോട് ഇവർക്ക് എന്തുമാത്രം കൂറുണ്ടായിരിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അതായത് വളരെ മൃഗീയമായ രീതിയിൽ, ശോഷാധിപത്യ രീതിയിലാണ് ഈ സമരത്തെ നമ്മുടെ ഗവൺമെന്റ് കണ്ടത്. ഒരു സാധാരണ ഒരു ഇത്തരം മനസാക്ഷിയുള്ള ഒരാൾ ഉപയോഗിക്കത്തില്ലാത്ത രീതിയിലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചു. അതെ, ഞാൻ പറഞ്ഞു. അതായത് അവര് ഇതിനുള്ള സമയം അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയും ഇവരെ കുട്ടികളെ ഫ്രെയിം ചെയ്ത് ഇല്ലാതാക്കിയല്ല അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും, അവര് തന്നെ സമരം നിർത്തും എന്നുള്ള രീതിയിലായിരുന്നു 20 ദിവസം അവർ വെയിറ്റ് ചെയ്തു. ഇന്ത്യൻ ജനതയ്ക്ക്, ഇന്ത്യൻ യുവത്വത്തിന് വേണ്ടി അവർ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്തു ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു എന്ന് പറയുന്നെങ്കിൽ എന്തിനായിരുന്നു 20 ദിവസം അവര് സമരത്തിന് വേണ്ടി ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നത്? 20 ദിവസം മുതൽ താങ്കളുടെ ഒരു സംസാരത്തിൽ അതിൻ്റെ അകത്ത് യാതൊരു ധാർമ്മികതയും ഇല്ലായിരുന്നു. അവരൊരു പരാജയത്തിന്റെ ഭാഗമായി തന്നെയാണ്. സംശയമില്ലാത്ത കാര്യം. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയും, മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ അവരാദ്യമായി ഒരു പരാജയം, രാഷ്ട്രീയപരമായ ഒരു പരാജയം നേരിട്ടത് ഈ പിള്ളേരുടെ കയ്യിൽ നിന്നാണ്, അല്ലാതെ ഇവിടുത്തെ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെയും കയ്യിൽ നിന്നല്ല. അപ്പോൾ ഈ കുട്ടികള്, ഈ ജെൻസി, അവരെ അഭിനന്ദിക്കാതെ തരമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതിന് സഹായകരമായിട്ട് അവർക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച
അതായത് ഓർഗനൈസ്ഡ് ആയിട്ട് ഇതിനെ വിജയിപ്പിക്കാൻ പ്രവർത്തിച്ച ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പം അവരെയും അഭിനന്ദിക്കുകയാണ്. ഇത് അവസാന ഘട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടി മുന്നോട്ട് വന്നു. വളരെ നല്ല കാര്യമാണ്. പക്ഷെ അവരതിൽ നിന്ന് പഠിക്കേണ്ടത് അവര് തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ജോലി ചെയ്താൽ ഈ സെൻട്രൽ ഗവൺമെന്റിന് ഈ ജനത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ഉള്ള കാര്യം നടക്കില്ല എന്നുള്ളതാണ് ഈ യുവജനങ്ങൾ നമ്മളെ തെളിയിച്ചിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക ആ ടൈമിൽ തന്നെ വന്ന ഒരു കാര്യമാണ് ഫേസ് റിക്കഗ്നിഷൻ ക്യാമറ വെച്ച് ഒരു 2000-ലധികം കുറ്റവാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തതായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടാണെന്ന് അറിയത്തില്ല. ഈ സെൻട്രൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ പറഞ്ഞതായിട്ട് കാണുകയുണ്ടായി. ഈ 2000 ആൾക്കാർ കുറ്റവാളികൾ അവിടെ വരാൻ ഉള്ള ഒരു സാഹചര്യം നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങളൊക്കെ ഇത്രയും പരാജയമാണോ? അതുപോലെ തന്നെ ഈ പലപ്പോഴും ഈ ED മാതിരിയുള്ള നമ്മുടെ കുറ്റാന്വേഷണ ഏജൻസികൾ പലരെയും കുറ്റവാളികളായിട്ട് അവരുടെ വീടുകളിൽ റെയ്ഡ് അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിൽ റെയ്ഡ്, അത് കഴിഞ്ഞൊരു വാഷിംഗ് മെഷീൻ തെറാപ്പി എന്ന് പറയുന്ന രീതിയിൽ തന്നെ അവരെ എല്ലാം സ്വന്തം പാർട്ടിയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ കേസുകളെല്ലാം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ മാതിരി ഈ പറഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ആ കുറ്റവാളികൾ എന്ന് പറയുന്നവർ നാളെ ഈ BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരെ അതുപോലെ തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണേണ്ടി വരത്തില്ലേ? ദൗർഭാഗ്യകരമായി പറഞ്ഞാല് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ അഴിമതി ആരോപിക്കപ്പെട്ട ആൾക്കാരെ അവരെ ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന പല അന്വേഷണ ഏജൻസികളെ കൊണ്ടും CBI ആണെങ്കിലും ED ആണെങ്കിലും അവരെ കൊണ്ട് അന്വേഷണം നടത്തി അവരെ സ്വന്തം പാർട്ടിയിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം ക്ലീൻ ആയി, താങ്കൾ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആൾക്കാരെ ഈ ഭീഷണിപ്പെടുത്തി വില കൊടുത്ത് വാങ്ങിക്കുന്നു. കുട്ടികൾക്ക് ഒരു പക്ഷേ വില കൊടുത്ത് മേടിക്കാൻ പറ്റാതെ വന്നതായിരിക്കാം ഈ പരാജയം, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടത്. എനിക്കത് ഗവൺമെന്റ് ഇതിനെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ശരിക്കും ഈ ടെക്നോളജി യുഗത്തിൽ അവർ പല പണിയും നോക്കി. ഈ കുട്ടികളെ ഈ തല്ലി ചതച്ചതുപോലെ അവരുടെ ഇന്റർനെറ്റ് ക്ലോസ് ചെയ്തപ്പോൾ പിള്ളേർ എന്ത് ചെയ്തു? അതാണ് ഈ ജെൻസി പിള്ളേരുടെ പ്രത്യേകത. ഇവര് പറയും, എനിക്കറിയാം, എന്റെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, ജെൻസി പിള്ളേര് രാഷ്ട്രീയ ബോധമില്ലാത്തവരാണ്, മണ്ടന്മാരാണ്, പണിയെടുക്കാൻ കഴിവില്ലാത്തവരാണ്. എനിക്കിവരോട് എന്താ തോന്നുന്നത്, ഒരു പുച്ഛമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവരോട് സഹതപിക്കുക. ഇന്ത്യൻ യുവത്വം എന്ന് പറയുന്നത് ഈ ടെക്നോളജി യുഗത്തിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നുള്ളത് ഈ പ്രായമായവർക്ക് അവരുടേതായ ഗുണങ്ങളുണ്ട്. പക്ഷെ അവര് പിള്ളേരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇവര് ഇന്റർനെറ്റ് ലോക്ക് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു? പിള്ളേര് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്താണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിയത്. അപ്പം ഈ പിള്ളേരെ ശരിക്കും ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ടെക്നോളജി യുഗത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ സമരം നടത്തണം എന്നുള്ളത് ഈ പിള്ളേർ ഇത്രയും മുന്നോട്ട് പോകുമെന്ന് ഇവർ വിചാരിച്ചില്ല. അപ്പം ആ കാര്യത്തില് ഈ പിള്ളേരെ അഭിനന്ദിക്കുന്നു. അവര് ഒരു മാർഗം കാണിച്ചു. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ഭാവി, രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ പിള്ളേർ ഈ സമരത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മുടെ ഭാവിയുടെ പ്രതീകങ്ങളാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന നടപടികളാണ് നമ്മുടെ പരീക്ഷാ പേപ്പർ ചോർച്ചയും അതുപോലെ തന്നെ അവരുടെ മൂല്യനിർണ്ണയത്തിൽ വരുന്ന ഗുരുതരമായ പാകപ്പിഴകളും. അതിനെതിരെ ശക്തമായ ഒരു സമരമായിരുന്നു CJP നയിച്ചത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമോ അല്ലെങ്കിൽ കുട്ടികളുടെ വിജയമോ മാത്രമല്ല, നാളെ ഒരിക്കലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത പല തെറ്റുകൾക്കെതിരെ ഒരു ചൂണ്ടിക്കാണിക്കലായിരുന്നു. നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ വന്ന് നമുക്ക് നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വീക്ഷണം നമുക്ക് തരികയും ചെയ്ത ജോസഫ് സെബാസ്റ്റ്യൻ സാറിനോട് അഗാധമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. താങ്ക് യു. നന്ദി, നമസ്കാരം.